ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എഫാത്തായിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടിവിയും POCയും കൈകോർത്ത് ഒരുക്കുന്ന ഈ എഫാത്ത പ്രോഗ്രാമിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കോടി 39 ലക്ഷം കേരളത്തിന്റെ ജനസംഖ്യ. അതിൽ 7,61,843 പേര് ബധിരരും മൂകരുമാണ്. 2014-2015 കണക്ക് പ്രകാരം ആണിത്. അതിന്റെ അർത്ഥം കേരളത്തിൽ 2.24% പേർ ബധിരരും മൂകരുമാണ്. ദൈവമക്കളുടെ കാര്യത്തിൽ അവിടുന്ന് എപ്പോഴും ശ്രദ്ധാലുവാണ്. എഫാത്ത എന്ന ഒരു സ്വരം മുഴങ്ങിയത് നമുക്കോർമ്മയുണ്ട്. ബധിരനും മൂകനുമായ ഒരു ദൈവമകന്റെ കാര്യത്തിൽ യേശു കാണിച്ച ശ്രദ്ധയുടെ സ്വരമാണ് എഫാത്ത, തുറക്കപ്പെടട്ടെ. അടഞ്ഞ ചെവികളും കെട്ടുവീണ നാവുകളും തുറക്കപ്പെടട്ടെ. അത് യേശുവിന്റെ ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മനസ്സ് സ്വന്തമാക്കുന്ന സഭ ബധിരരും മൂകരുമായ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധാലുവാണ്. അവരുടെ പഠനകാര്യങ്ങളിലും അവരുടെ ഭൗതിക കാര്യങ്ങളിലും അവരുടെ ഭാവിയിലും ഒക്കെ ഏറെ ശ്രദ്ധയുള്ള സഭ ഇതാ ദൈവവചനം ബധിരരും മൂകരുമായ മക്കൾക്ക് എങ്ങനെ ലഭിക്കണം എന്ന് ചിന്തിക്കുന്നതിന്റെ ഫലമാണ് എഫാത്ത. എന്റെ പേര് സിസ്റ്റർ അഭയ. എന്റെ സൈൻ നെയിം അഭയ. ഞാൻ കാലടി മാണിക്യമംഗലം ഡെഫാൻഡം സ്കൂളിലെ അധ്യാപിക. യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് ധാരാളം അത്ഭുതങ്ങൾ ചെയ്തതായി ബൈബിളിൽ നാം വായിക്കുന്നു. അന്ധനെ സുഖപ്പെടുത്തുന്നു, ബധിരന് കേൾവിശക്തി കൊടുക്കുന്നു, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു. അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് കാണാം. ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ യേശു ചെയ്ത ഏതാനും കുറച്ച് അത്ഭുതങ്ങൾ ഞാൻ സൈൻ ലാംഗ്വേജിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്തമ സുഹൃത്തായിരുന്നു ലാസർ. അയാൾ ഒരു യഹൂദനായിരുന്നു. ജെറുസലേമിന് അടുത്ത് ബഥാനിയ എന്ന ഗ്രാമത്തിലായിരുന്നു അയാളുടെ താമസം. മറിയത്തിന്റെയും മർത്തായുടെയും സഹോദരനാണ് ലാസർ. യേശു പല പ്രാവശ്യം ഇവരുടെ വീട്ടിൽ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗബാധിതനായ ലാസർ കുറെ നാൾ കഴിഞ്ഞ് മരിച്ചുപോയി.
പക്ഷേ യേശു അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ലാസറിന്റെ സഹോദരിയായ മറിയം യേശുവിന്റെ അടുത്ത് ചെന്ന് കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗുരു, നിന്റെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. അവളും അവളുടെ കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അവർ അവനോട് പറഞ്ഞു, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അന്ധന്മാരുടെ കണ്ണുകൾ തുറന്ന, ചെകിടന്മാരുടെ കാതുകൾ തുറന്ന ഇവൻ ലാസറിനെ ഉയർപ്പിക്കുകയില്ലേ? യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ വലിയൊരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. ലാസറിന്റെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് നീയാണെന്ന് ചുറ്റുമുള്ള ഈ ജനം വിശ്വസിക്കണം. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ ലാസർ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. അനന്തരം യേശു മറ്റുള്ളവർ നോക്കി നിൽക്കെ ലാസറിനോടും സഹോദരിമാരോടും ഒപ്പം അവരുടെ വീട്ടിലേക്ക് പോയി. നോക്കൂ, മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ യേശുവിന് ശക്തിയുണ്ട്. മരിച്ചിട്ട് 4-ാം ദിവസം കഴിഞ്ഞ ലാസറിനെയാണ് യേശു
ഇവിടെ ഉയർപ്പിച്ചത്? കാരണം ലാസറിനെ യേശു അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ലാസർ യേശുവിനെയും. ഇതുപോലെ നമ്മളും യേശുവിനെ സ്നേഹിക്കണം. യേശു പറയുന്നത് അനുസരിച്ച് കൂടെ നടക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏത് ആവശ്യങ്ങളിലും യേശു അത്ഭുതം പ്രവർത്തിച്ച് നമ്മോടൊപ്പം ഉണ്ടാവും. യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരിക്കാൻ പ്രയാസമുള്ളവനുമായ ഒരുവനെ അവർ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവന്റെ മേൽ കൈകൾ വച്ച് അവനെ സുഖപ്പെടുത്തണമേ എന്ന് അവർ അപേക്ഷിച്ചു. ആ ബധിരനെ കണ്ടപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞു. പാവമനുഷ്യൻ. ജനക്കൂട്ടത്തിൽ നിന്ന് യേശു അവനെ മാറ്റി നിർത്തി. അവന്റെ 2 ചെവികളിലേക്കും യേശു വിരലുകളിട്ടു. തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. അനന്തരം സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫ്ഫാത്ത, തുറക്കപ്പെടട്ടെ. ഉടനെ അവന്റെ ചെവികൾ തുറന്നു. അവന്റെ നാവിന്റെ കെട്ടുകളഴിഞ്ഞു. സ്വതന്ത്രനായി അവൻ സ്ഫുടമായി സംസാരിച്ചു. ഈ കാര്യം നിന്റെ സുഹൃത്തുക്കളോടോ ബന്ധക്കാരോടോ ആരോടും പറയരുതെന്ന് യേശു വിലക്കി. എന്നാൽ വളരെ ഉത്സാഹത്തോടെ എല്ലാവരോടും അവനത് പ്രഘോഷിച്ചു. യേശു എന്നെ സുഖപ്പെടുത്തി, യേശു എന്നെ സഹായിച്ചു. ജനങ്ങൾ പരസ്പരം പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി വ്യക്തമായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും കൊടുക്കുന്നു. ഈ അത്ഭുതത്തിന്റെ സാരാംശം, യേശു ശക്തിവാനാണ്. മനുഷ്യരായ നമുക്ക് അസാധ്യമായതെല്ലാം യേശുവിന് സാധ്യമാണ്. യേശു നമ്മെ സഹായിക്കും. പിശാചിനോട് നമ്മൾ കൂട്ടുചേർന്നാൽ, തിന്മകൾ പ്രവർത്തിച്ചാൽ യേശുവിന്റെ മനസ്സും വേദനിക്കും. നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിച്ച്, അധ്യാപകരെ അനുസരിച്ച്, കൂട്ടുകാരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ ദൈവം നമ്മുടെ ജീവിതത്തിലും ഒത്തിരി നന്മകൾ പ്രവർത്തിക്കും. ഒരു സാബത്ത് ദിവസം യേശുവും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഒരു
അന്ധനായ യാചകനെ കണ്ടു. ശിഷ്യന്മാർ ആ അന്ധനെ കണ്ടപ്പോൾ യേശുവിനോട് ചോദിച്ചു, ഇവൻ അന്ധനായി മാറിയത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമാണോ? യേശു പറഞ്ഞു, അല്ല, ഇവരുടെ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ആ അന്ധനെ കണ്ടപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിനു വെളിയിലേക്ക് കൊണ്ടുപോയി. അനന്തരം മണ്ണിൽ തുപ്പിയതിനു ശേഷം ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പുരട്ടി. പിന്നീട് അവന്റെ മേൽ കൈകൾ വച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ മറുപടി പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈകൾ വച്ച് പ്രാർത്ഥിച്ചു. അവന് വ്യക്തമായ കാഴ്ച കിട്ടുകയും എല്ലാം കാണുകയും ചെയ്തു. എല്ലാം വ്യക്തമായി കണ്ടു. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യങ്ങൾ ആരോടും നീ പറയരുത്. യേശു അന്ധനായ ആ യാചകന്റെ, പാവപ്പെട്ട ആ മനുഷ്യന്റെ ഹൃദയത്തിലെ വേദന കണ്ടറിഞ്ഞ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നു. അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും യേശു കടന്നുവരും. നമ്മുടെ സങ്കടങ്ങൾ മാറ്റി സന്തോഷം പകരും. ദിവസവും നമ്മുടെ വീട്ടുകാരുമൊത്ത് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ഈശോയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഗലീലി കടൽ തീരത്തിരുന്ന് യേശു ഒരു ദിവസം മുഴുവനും ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി അക്കരയ്ക്ക് യാത്രയായി. അവിടെ ഉണ്ടായിരുന്ന മറ്റു പലരും
വേറെ വള്ളങ്ങളിൽ കയറി അവരോടൊപ്പം മറുകരയ്ക്ക് പോയി. യേശുവും ശിഷ്യന്മാരും വഞ്ചി തുഴഞ്ഞു തുഴഞ്ഞ് കടലിന്റെ മധ്യഭാഗത്തെത്തി. ക്ഷീണിതനായ യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തടാകത്തിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ സർവശക്തിയും എടുത്ത് അവർ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരുന്നു. വഞ്ചി രണ്ടായി പിളർന്നാൽ അവർ വെള്ളത്തിൽ മുങ്ങിച്ചാകും. ശക്തമായ കൊടുങ്കാറ്റ് ചീറിയടിച്ചു വരുന്നത് തടയാൻ അവർക്കായില്ല. അവർ പേടിച്ച് നിലവിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. തിരമാലകൾ ആഞ്ഞടിച്ച് വഞ്ചിയിലേക്ക് കയറി. വഞ്ചി മുങ്ങിത്താഴാൻ തുടങ്ങി. യേശു ഇതൊന്നും അറിയാതെ സുഖമായി. ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് ചെന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ ഇതൊന്നും ഗൗനിക്കുന്നില്ലേ? യേശു കണ്ണു തുറന്ന് ചുറ്റും നോക്കി പേടിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരെ കണ്ട് അവൻ ചോദിച്ചു, നിങ്ങൾ എന്തിന് പരിഭ്രമിക്കുന്നു? നിങ്ങളുടെ വിശ്വാസം എവിടെ? ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശു വഞ്ചിയിൽ എഴുന്നേറ്റ് നിന്ന് കാറ്റിനോടും കടലിനോടും പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. ഉടനെ കാറ്റ് ശാന്തമായി. ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു, ഈ മനുഷ്യന്റെ ശക്തി കണ്ടില്ലേ? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നു. അവരെല്ലാവരും യേശുവിന്റെ ഈ വലിയ ശക്തിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. ചീറിയടിച്ചു വരുന്ന കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കഴിവുള്ളവനാണ് യേശു. യേശുവിനോടൊപ്പം അവന്റെ കൂടെ നടന്നാൽ, യേശു പറയുന്നത് അനുസരിച്ച് നടന്നാൽ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചീറിയടിച്ചു വരുന്ന കാറ്റും കോളുമുണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. യേശു നമ്മുടെ ഒപ്പം, നമ്മുടെ അടുത്തുണ്ടാകും. ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ ശിഷ്യന്മാർ വിളിച്ചുണർത്തിയതുപോലെ നാമും അവിടുത്തെ വിളിച്ച് ഉണർത്തുക. അവിടുന്ന് നമ്മെ സഹായിക്കും. ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ യേശു തന്റെ ജീവിതകാലത്ത് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈശോയുടെ ഈ പാത നാം അനുഗമിച്ചാൽ, യേശുവിനെ ലോക രക്ഷകനായി നാം സ്വീകരിച്ചാൽ, നമ്മുടെ ജീവിതവും ധാരാളമായി അനുഗ്രഹിക്കപ്പെടും. യേശു കാണിച്ചു തന്ന പാതയിലൂടെ നാം സഞ്ചരിച്ചാൽ, അവിടുത്തെ കൽപ്പനകൾ നാം അനുസരിച്ചാൽ, നാമും അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബവും ധന്യമാകും. ഏവർക്കും ഈ ഈസ്റ്റർ ദിനത്തിൽ എന്റെ ഈസ്റ്റർ ആശംസകൾ.